പ്രിയമുള്ളവരെ, കേക്ക് ആൻഡ് കഫേ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഉച്ചകുന്ന് കോളേജിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഏരിയയിലേക്ക് വരുന്നത്. ഞാൻ എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഈ TV സംവാദങ്ങളിലെല്ലാം സാർ ഇങ്ങനെ വളരെയധികം ഷൈൻ ചെയ്യാറുണ്ട്. ഇത് പ്രീ പ്ലാൻഡ് ആയിട്ട് പോകുന്നതാണോ അല്ലെങ്കിൽ സാറ് ഇത് ഹൗ ഡു യു ഡു ഇറ്റ്? ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരാള് ഷൈൻ ചെയ്ത് സംസാരിക്കുന്നെങ്കിൽ അയാൾ ബൈ ബർത്ത് അയാളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാവും. പിന്നെ ഓരോരുത്തരും അർഹിക്കുന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്, ശരിയല്ലേ? ഒരാൾ ചിരിച്ചുകൊണ്ട് നമ്മളോട് പെരുമാറുമ്പോൾ നമ്മളും ചിരിച്ച് പെരുമാറും. ഒരാൾ നമ്മളെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അവരെത്ര ബഹുമാനിക്കുന്നു, അവരെത്ര സ്നേഹിക്കുന്നു, അതിനേക്കാൾ അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ശ്രമിക്കും. ഒരാൾ നമ്മളെ ചൊറിഞ്ഞാണ് ചോദിക്കുന്നെങ്കിൽ അവരെ മാന്തി വിടാൻ ശ്രമിക്കും. നമ്മളോട് ഡീൽ ചെയ്യുന്ന ഒരാൾ തറ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കൂതറയാവാൻ ശ്രമിക്കും. ഓരോരുത്തരും അർഹിക്കുന്നതാണ് നമ്മളെപ്പോഴും കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയുന്നു. ഒരു കുറുക്കന്റെ കഥ പണ്ടത്തെ, ഈ സിംഹമൊക്കെ എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാൻകുട്ടീനെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി കഴിക്കാറില്ല, അല്ലെങ്കിൽ ബാക്കി വന്നു കഴിഞ്ഞാൽ അത് ഗുഹയെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറില്ല. അതൊക്കെ നമ്മളെ സ്വഭാവമുണ്ടോ ബാക്കിൻ്റെ. അപ്പൊ അത് പകുതി കഴിച്ചു, ബാക്കിയോടെ വെച്ചു, ഇഷ്ടമുള്ളവരെ കഴിക്കാം. അപ്പൊ ഒരു കുറുക്കൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാൻകുട്ടീൻ്റെ അടുത്തേക്ക് പോയി. ആ സമയത്ത് ഒരു പുലി വന്നിട്ടോ. അപ്പൊ കുറുക്കൻ പറഞ്ഞു, അതെ ഒരു സിംഹം എന്നെ ഏൽപ്പിച്ചു പോയതാ, അതുകൊണ്ട് ചേട്ടാ ഇത് തുടണ്ട, പ്രശ്നമാവെന്ന് പറഞ്ഞു. അപ്പൊ വെറുതെ സിംഹത്തിനോട് ഒരു അടി കൂടണ്ടെന്ന് കരുതി പുലി പോയി. അപ്പൊ ആ മാന് കുട്ടിയുടെ ഡെഡ് ബോഡി അത് കഴിക്കാൻ നോക്കിയപ്പോൾ സംഭവിച്ചത് കുറച്ച് ഈ പൂച്ച, എലി, പെരിച്ചാഴി ഇതുപോലുള്ള സാധനങ്ങളെല്ലാം. അപ്പൊ ഇത് ഞങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞപ്പോ കുറുക്കൻ പറഞ്ഞു, ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചാലുണ്ടല്ലോ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ പറഞ്ഞു. അപ്പൊ അത് പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ശരിക്കും വരുന്നത് ഒരു കുറുക്കനാണ്. അവിടെ നേരത്തെ പുലിയോട് പറഞ്ഞ ഡയലോഗ് പറഞ്ഞ ആ കുറുക്കൻ വിശ്വസിക്കൂല. ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചാലെന്ന് പറഞ്ഞപ്പോ പറയും, ഞാൻ നിന്നെ രണ്ടെണ്ണം പൊട്ടിക്കുമോ, തീർന്നു. അപ്പോ കുറുക്കൻ പറഞ്ഞു, നമ്മൾ രണ്ടാളും തമ്മിൽ യുദ്ധം ചെയ്യുന്നു, ആ യുദ്ധത്തിൽ ആരാണോ ജയിക്കുന്നത് അവർ ഈ ഡെഡ് ബോഡി കഴിക്കും, അവർ യുദ്ധം തുടങ്ങണം. ഇതേപോലെ ഈ ലോകത്തെ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഭാഷ ഇല്ല എന്നതാണ് സത്യം. ഓരോരുത്തർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയുണ്ട്. ആ ഭാഷയിൽ വേണം നമ്മൾ എന്ത് കാര്യം ഡീൽ ചെയ്യാൻ, ശരിയല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയുണ്ട്. ഒരു ഉറുമ്പിനെ എങ്ങനെയാണ് നിങ്ങൾ കൊല്ലുന്നത്? ഇങ്ങനെ ചുമ്മാ ഞെക്കിയിട്ടാണ് കൊല്ലുന്നത്. അതേപോലെ ഒരു ആനയെ കൊല്ലാൻ പറ്റുമോ? ആനയാണെങ്കിൽ നിങ്ങൾ വെടിവെച്ചിട്ടാണ് കൊല്ലേണ്ടി വരുന്നത്. ഇതേപോലെ നിങ്ങൾക്കൊരു സർപ്പത്തെയോ പാമ്പിനെയോ കൊല്ലാൻ പറ്റില്ല, അതിനെ വടിയെടുത്തിട്ട് വേണം കൊല്ലാൻ. അല്ലാണ്ട് തോക്കോണ്ട് വെടിവെക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കില്ല. അതേപോലെയാണ് ഒരു കൊതുവിനെ കൊല്ലുന്നത്, ടക്കെന്ന് അടിച്ചിട്ടാണ് കൊല്ലുന്നത്. അപ്പൊ ഓരോരുത്തർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയുണ്ട്. അപ്പോൾ TV ഇന്റർവ്യൂവിൽ അധികം എനിക്ക് കിട്ടുന്നത് ഈ മിമിക്രിക്കാരെയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവരധികം കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. എനിക്ക് ഒരു പരിപാടി പോകുമ്പോൾ 50,000 1 ലക്ഷം രൂപ കിട്ടും, മിമിക്രിക്കാർക്ക് ഉച്ചഭക്ഷണം കിട്ടും. ആ പരിപാടി കണ്ട നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് നിങ്ങളാണ് പറയേണ്ടത്, എനിക്കറിയില്ല. മിമിക്രിക്കാരെ കുറിച്ചുള്ള ആ കുറുക്കൻ ഈ പൂച്ച, എലി, പെരിച്ചാഴിനെ കണ്ടൊരവസ്ഥയാണ് എൻ്റെ കേസ്. കാരണം ഇവർക്ക് കൂട്ടിയാൽ ഇവരെവിടെ വരെ എത്തുമെന്നും ഇവരുടെ വിദ്യാഭ്യാസം എന്താകുന്നതിനെ കുറിച്ച് എനിക്കൊരു ധാരണ ഉള്ളതുകൊണ്ട് അവരോട് ആ രീതി മതി. അതേസമയം എൻ്റെ ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ടായി, TG മോഹൻദാസ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായി. ഞാൻ ജീവിതത്തിൽ 13 വർഷത്തിനിടയിൽ ആകെ സ്ട്രഗിൾ ചെയ്ത ഒരേ ഒരു ഇന്റർവ്യൂ ഇങ്ങനെയുമായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. കാരണം മിമിക്രിക്കാരുടെ ഇന്റർവ്യൂവിൽ അവർ ചോദിക്കും, എന്തുകൊണ്ട് ഷൂ ഇട്ടു, എന്തുകൊണ്ട് ചെരുപ്പിട്ടു, അതെന്തിട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും കേട്ടോ. ഇനിയിപ്പോ നമ്മളൊരു കോട്ട് ഇട്ടിട്ടാ ചോദിച്ചു വെച്ചാൽ എന്തിനെ കോട്ട് ഇട്ടു, ഇനി ഷർട്ട് ഇട്ടാ ചോദിക്കുക എന്തുകൊണ്ട് കോട്ട് ഇട്ടില്ല. അപ്പൊ ഇങ്ങനെ 5 ലക്ഷത്തിന് പടമല്ലേ ആർക്കും എടുക്കാം, 100 കോടി ക്ലബിലൊക്കെ എടുക്കാൻ ഞങ്ങൾക്കും കഴിവുണ്ട് എന്ന് പറയും. ഇങ്ങനെ ഇവർ സ്ഥിരം ചോദിക്കുന്ന കുറെ ചോദ്യമുണ്ട്. അപ്പൊ അതിന് ഒരുപാട് ബുദ്ധിയുടെ ആവശ്യം എനിക്കില്ല, മറിച്ച് അത്യാവശ്യം ബുദ്ധിയുള്ള ഒരാൾ എൻ്റെ ഓപ്പോസിറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ലേശം പേടിക്കുന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ ജീവിതത്തിൽ എന്നും പേടിക്കുന്നത് അത്യാവശ്യം വിദ്യാഭ്യാസവും ഐക്യമുള്ള ഒരാളെയാണ് ഞാൻ വ്യക്തിപരമായി ലേശം പേടിക്കുന്നത്. അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഒപ്പിച്ചു പോവാം. നല്ലൊരു ഇംഗ്ലീഷുകാരന്റെ മുന്നിൽ പോയിട്ട് ഇംഗ്ലീഷ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വ്യക്തിപരമായി ഞാനാണെങ്കിൽ ഉള്ളിൽ ലേശൊരു പേടിയുണ്ടാവും. അപ്പൊ ഞാൻ അധികം പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം എനിക്ക് കിട്ടുന്നത് ഈ കുറുക്കനെ, പൂച്ചേനെ, എലീനെയും പെരിച്ചായനും കിട്ടിയ പോലത്തെ അവസ്ഥയല്ല. എനിക്കൊരു കുറുക്കനെ പോലും എൻ്റെ ഓപ്പോസിറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ പലരും വരുമ്പോഴല്ലേ ഞാൻ പേടിക്കേണ്ടുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ മുകളിലുള്ള ഒരാളുമായിട്ട് ഞാൻ പറയുന്നത് ബുദ്ധിയുടെ ലെവലിലോ ഐക്യൂടെ ലെവലിലോ എൻ്റെ മുകളിലുള്ള ആളുകളുമായിട്ടുള്ള സംവാദം കുറവാണ്. അതുകൊണ്ട് കൂടിയാണ് വായിക്കാൻ അങ്ങനെയൊക്കെ തോന്നിയത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സ്വഭാവമൊന്നുമില്ല, ഡീൽ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. പിന്നെ ഷോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രദർശനം, കാട്ടിക്കൂട്ടൽ എന്നാണ് അല്ലെ? ഷോ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം പ്രദർശനം എന്നാണ്. അപ്പൊ ഒരു ടി വി പരിപാടിയിലൊക്കെ പോകുമ്പോൾ ലേശൊരു കാട്ടിക്കൂട്ടലൊക്കെ വേണം, അല്ലെങ്കിൽ ഇയാൾ രണ്ടാമതും വിളിക്കുള്ളൂ. അങ്ങനെയും അതിനൊരർത്ഥം. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? കമ്മിറ്റ്മെന്റ്സും കുറച്ച് ചാരിറ്റിയും ഒക്കെ ആയിട്ട് സാറ് വർക്ക് ചെയ്തെന്ന് അറിയാം. അതിലെ മാനദണ്ഡം എന്താണ് സാർ നോക്കുന്ന? ഈ ചാരിറ്റിയിലുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? മുമ്പ് സർക്കാർ സർവീസിലുള്ള സമയത്തും ഞാൻ കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് കൊടുക്കാറുണ്ട്. സിനിമയിൽ വന്നതിന് ശേഷം അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. കഴിഞ്ഞ 13 വർഷമായിട്ട് ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. കാരണം ഒരു സാധാരണക്കാരൻ എന്ത് ചാരിറ്റി ചെയ്താൽ അയാൾക്കൊന്നും ഒരു ന്യൂസ് വാല്യൂ കിട്ടുമൊന്നുമില്ല. അതേസമയം ഒരു സൂപ്പർ സ്റ്റാർ സംബന്ധിച്ചിടത്തോളം ഒരു 100 രൂപ ആർക്കെയും കൊടുത്താൽ അത് വലിയ ന്യൂസാണ്. കാരണം കൊടുത്തിരിക്കുന്നത് സൂപ്പർ സ്റ്റാറാണ്. മനസ്സിലല്ലേ? നിങ്ങളൊരു 100 കോടി രൂപ കൊടുത്താൽ ഒരു ന്യൂസും വരാനില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. കാരണം നിങ്ങളെന്ന് ആർക്കും അറിയില്ല. ഇതാണ് സംഭവം. അപ്പോൾ ചാരിറ്റിയുടെ മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതും കുട്ടികളെ പഠനപരമായി സഹായിക്കുക, അല്ലെങ്കിൽ ആത്മഹത്യയിലൊക്കെ വക്കിൽ നിൽക്കുന്ന വളരെ സ്ട്രഗിൾ ചെയ്യുന്ന സാധാരണക്കാരും വളരെ പാവപ്പെട്ടവുമായിട്ടുള്ള, അല്ലെങ്കിൽ SC/ST ആദിവാസി ഫാമിലിയാണ് ഞാൻ കൂടുതൽ നോക്കുന്നത്. അത്തരം ആളുകൾക്ക് പശുക്കുട്ടി, കോഴിക്കുട്ടി, ആട്ടുംകുട്ടി, അതല്ലെങ്കിൽ തയ്യൽ മിഷ്യൻ, അല്ലെങ്കിൽ പെട്ടിവണ്ടി, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ, ഇങ്ങനെ എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു സംരംഭം വളരെ മനോഹരമായ ഒരു ടേക്ക് ആൻഡ് കഫേ അതിനെ വലിയൊരു സൂപ്പർ ഹിറ്റാക്കണം, മെഗാ ഹിറ്റാക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. കൂടുതൽ ബ്രാഞ്ചൊക്കെ ഉണ്ടായി അടുത്ത ബ്രാഞ്ചിൽ എന്നെ തന്നെ വിളിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിലവിൽ കേരള ലൈവ് എന്ന് പറയുന്ന എൻ്റെ 12ാമത്തെ സിനിമയുടെ ഷൂട്ടിംഗാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന പല ആളുകൾക്കും സിനിമാപരമായ മോഹങ്ങളുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് സന്തോഷ് പണ്ഡിറ്റാണ്. ഞാനുമായിട്ട് സംവേദിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് എൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. 9947725911 ആണ്. പതുക്കെ പറയണം. 99477259111 അതിൻ്റെ വാട്സപ്പ് മെസ്സേജിലേക്ക് വിടുക.